നിങ്ങളുടെ കൈകളുടെ നിറം ഇതുപോലെ ഒരു ഷെയ്ഡും മുഖത്തിൻ്റെ നിറം മറ്റൊരു ഷെയ്ഡുമാണോ? നിങ്ങളുടെ മുഖം ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കാൾ കൂടുതൽ ഇരുണ്ടതായി തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് നെറ്റി, കവിളുകൾ, മൂക്കിന് ചുറ്റും, ചുണ്ടിന് ചുറ്റും ഇങ്ങനെ അൺഈവൻ സ്കിൻ കളർ ഉണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വിശദമായി പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ അൺഈവൻ സ്കിൻ ടോൺ എങ്ങനെ കുറയ്ക്കാമെന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ കാര്യം, സ്കിന്നിനെ അമിതമായി ഉരയ്ക്കരുത്. വീണ്ടും വീണ്ടും സ്ക്രബ് ചെയ്യുക, ശക്തിയായി മസാജ് ചെയ്യുക, സ്കിൻ ബേൺ ഉണ്ടാകുന്ന രീതിയിൽ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക. ഇതെല്ലാം പിഗ്മെൻറ്റേഷൻ കുറയ്ക്കില്ല, മറിച്ച് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്ത് നിറവ്യത്യാസം കൂട്ടുകയാണ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ ഫേസ് പാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. എല്ലാവർക്കും ഒരേ ഫേസ് പാക്ക് അനുയോജ്യമല്ല. മെലാസ്മ ഉള്ളവർക്കും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും ആക്നെ ഉള്ളവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. സ്കിന്ന് പരിശോധിച്ച ശേഷം മാത്രമാണ് എത്ര നേരം ഏത് ഫേസ് പാക്ക് ആഴ്ചയിൽ എത്ര ദിവസം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, വീട്ടിൽ ഹെർബ്സ് മിക്സ് ചെയ്ത് സ്വന്തമായി പരീക്ഷിക്കരുത്. മഞ്ഞൾ, കുങ്കുമം, ഇരട്ടിമധുരം പോലത്തെ ഔഷധങ്ങൾ പല ഫോർമുലേഷനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ശരിയായ അളവും ശരിയായ കോമ്പിനേഷനും വളരെ പ്രധാനമാണ്. യൂട്യൂബ് കണ്ടോ സോഷ്യൽ മീഡിയ കണ്ടോ സ്വന്തമായി മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇറിറ്റേഷൻ കൂടുകയും പിഗ്മെൻറ്റേഷൻ കൂടുതൽ ഇരുണ്ടതാകുകയും ചെയ്യാം. നാലാമത്തെ കാര്യം, പിഗ്മെൻറ്റേഷൻ ഉള്ള സമയത്ത് സ്കിന്നിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മുഖം വീണ്ടും വീണ്ടും ടച്ച് ചെയ്യുക, മൂക്കുരു ഞെക്കുക, ത്രെഡിങ് അല്ലെങ്കിൽ വാക്സിങ് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ശ്രദ്ധിക്കാതിരിക്കുക, മുഖം അമർത്തി തടവുക, ഇതൊക്കെ പുതിയ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാൻ കാരണമാകാം. അഞ്ചാമത്തെ കാര്യം, ശരീരത്തിനുള്ളിലെ കാരണം കൂടി ചികിത്സിക്കണം. മെലാസ്മ, ഹോർമോണൽ പിഗ്മെൻറ്റേഷൻ, ആക്നെ കഴിഞ്ഞുള്ള പിഗ്മെൻറ്റേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, PCOS, തൈറോയ്ഡ് എന്നിവ കാരണമുള്ള പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ പുറമേ പൊട്ടുന്ന ചികിത്സ മാത്രം മതിയാകില്ല. ഇൻറ്റേർണൽ കോസ് കൂടി ചികിത്സിക്കുമ്പോഴാണ് ലോങ് ടേം റിസൾട്ട് ലഭിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, അൺഈവൻ സ്കിൻ ടോണിൻ്റെ ചികിത്സ എല്ലാവർക്കും ഒരുപോലെയല്ല. ആദ്യം ഇത് സൺ ടാൻ ആണോ, മെലാസ്മയാണോ, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണോ, അതോ ഹോർമോണൽ പിഗ്മെൻറ്റേഷൻ ആണോ എന്ന് തിരിച്ചറിയണം. അതിനുശേഷം സ്കിൻ ടൈപ്പ്, പിഗ്മെൻറ്റേഷൻ്റെ കാരണം, ശരീരത്തിലെ മറ്റു മാറ്റങ്ങൾ എന്നിവ വിലയിരുത്തിയ ശേഷം ഒരു പേഴ്സണലൈസ് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് തയ്യാറാക്കേണ്ടത്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ പുതിയ പിഗ്മെൻറ്റേഷൻ വീണ്ടും വരാനുള്ള കാരണം കൺട്രോൾ ആവുകയും സ്കിന്നിൻ്റെ സ്വാഭാവികമായ നിറവും ആരോഗ്യവും വീണ്ടെടുക്കാനും പറ്റും. അടുത്ത വീഡിയോയിൽ ഈ നിറവ്യത്യാസം കുറയ്ക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫായ ഫേസ് പാക്ക് പറഞ്ഞു തരാം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും. നിങ്ങളുടെ മുഖത്ത് കൂടുതൽ നിറവ്യത്യാസം കാണുന്നത് നെറ്റിയിലാണോ, കവിളിലാണോ, അതോ വായ്ക്ക് ചുറ്റുമാണോ എന്ന് കമൻറ്റ് ചെയ്യും. ശരിയായ കാരണം കണ്ടെത്തി നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ വ്യക്തിഗത ചികിത്സയിലൂടെ അൺഈവൻ സ്കിൻ ടോൺ കുറയ്ക്കാൻ DM ചെയ്യും.